ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ മധുര കണക്ക് തലമുറയിലെ പരിപാടി വന്നിട്ടാണുള്ളത്. ഫുൾ സെറ്റായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് കാണും. സോ സ്റ്റേ ട്യൂൺ ആൻഡ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പേരും മറന്നു ചെയ്യുക. എത്തുന്ന ചിത്രം അതിനോടനുബന്ധിച്ച് പത്രസമ്മേളനം നടക്കുകയാണ്. ഹരീഷ് പേരട്ടി പ്രൊഡക്ഷൻസും നസീർ എന്നും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നിരവധി വർഷമായി സിനിമാ രംഗത്തെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന രാധേഷ് ശ്യാമാണ്. അതുപോലെ മുഖ്യ കഥാപാത്രം ചെയ്യുന്ന വിഷ്ണു എന്ന പുതുമുഖ നായകൻ നമ്മുടെ പ്രിയങ്കരനായ നടൻ ഹരീഷ് പേരടിയുടെ മകനാണ് വിഷ്ണു പേരടി. പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത് നിർമ്മാതാവ് നടനുമായ ശ്രീ ഹരീഷ് പേരടി, അതോടൊപ്പം തന്നെ രാധേഷ് ശ്യാം സംവിധായകൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണു പേരടി, നിർമ്മൽ പാലാഴി, ഹാസ്യരംഗങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച നടൻ നിർമ്മൽ പാലാഴി, അതോടൊപ്പം ഹരീഷ് കണാരനുണ്ട്, അതോടൊപ്പം സെന്തിൽ കൃഷ്ണയുണ്ട്, നായിക ആമിനയുണ്ട്, ആമിന നിജ, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയങ്കരയായ കുടുംബ സദസ്സുകളുടെ നായിക നിഷ സാരംഗ്. ഇത്രയും പേരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഹരീഷ് കണാരൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും പത്രസമ്മേളനത്തിന് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇനി വരാനുള്ളത് നമ്മുടെ നസീർ എന്നും ആണ്. അദ്ദേഹവും എത്തിച്ചേരും. നമുക്ക് ഹരീഷ് പേരടി പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഞാൻ നിർമ്മിക്കുന്ന രണ്ടാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ ദാസേട്ടൻ്റെ സൈക്കിൾ എന്നൊരു സിനിമയായിരുന്നു. ഇത് NM മൂവീസിൻ്റെ നസീറുമായിട്ട് ചേർന്ന് ഞാൻ നിർമ്മിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ രചന എന്ന് പറയുന്നത് കഥ, തിരക്കഥ, സംഭാഷണം, ഈ 3 കാര്യങ്ങൾ ചെയ്തത് നമ്മളെ അടുത്ത കാലത്ത് വിട്ടുപോയ A. ശാന്തകുമാറാണ്. ശാന്തൻ്റെ അവസാന സിനിമ സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിരവധി നാടകങ്ങളിലൂടെ മലയാളികൾക്ക് വളരെ പ്രശസ്തനായ മനുഷ്യനായിരുന്നു ശാന്തൻ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ ഭൂമിയിലെ മനോഹര സ്വകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്ത സിനിമ. അതിലും ഞാനും ചെയ്തിട്ടുണ്ട്, നീഷ ചെയ്തിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും ചെയ്ത സിനിമ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിൽ എത്തിച്ചേരുന്നത്. സിനിമയിലെ വിവിധ സന്ദർഭങ്ങളിലുള്ള ഒരു ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം ഒരു റിട്ടയർഡ് കണക്ക് മാഷായിട്ടുള്ള സ്കൂൾ അധ്യാപകൻ്റെ വേഷമാണ്. ഉപ്പുമാഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂട്ടുന്നതും കിഴിക്കുന്നതും എല്ലാം കണക്കിൽ ചെയ്യിക്കുന്നവൻ ജീവിതത്തിൽ ഒന്നാമനാകും എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ കൂട്ടിക്കിഴക്കുന്ന ഒരു കണക്കുണ്ടല്ലോ, ആ കണക്കിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ സിനിമയിൽ വളരെ പ്രശസ്തരായ നമ്മുടെ മലയാളത്തിലെ നിരവധി ആർട്ടിസ്റ്റുകൾ, ഇന്ദ്രൻ സേട്ടനോട് എത്തിയിട്ടില്ല, ഇന്ദ്രൻ സേട്ടൻ ചെയ്തിട്ടുണ്ട്, ഹരീഷ് കണാരൻ, നിർമ്മൽ പാലാഴി, സെന്തിൽ കൃഷ്ണ, നിഷ സാരംഗ്, ആമിന, പിന്നെ അതുപോലെ ഇവിടെ വരാത്ത സനൂജ, അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം വിഷ്ണു ഇതിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. വിഷ്ണുവിൻ്റെ സത്യത്തിൽ അന്ന് ശാന്തൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ശാന്തനാണ് വിഷ്ണുവിനെ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണു ചെയ്താൽ നന്നായിരിക്കും എന്നോട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ആലോചന ഉണ്ടാവുന്നത്. വളരെ വർഷങ്ങളായി ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടാണ് ജോലി ചെയ്തത്. അപ്പോൾ കുറേ വലിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം, ക്യാമറമാൻ്റെ ഒക്കെ ഒപ്പവും, വലിയ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒപ്പം ഒക്കെ എനിക്ക് അന്ന് അവർ വർക്ക് ചെയ്ത സിനിമകളിൽ എനിക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ ആകാൻ സാധിച്ചു. അതിലൂടെ എനിക്ക് എൻ്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്ന ഒരു സിനിമ എന്തായാലും എൻ്റെ ജീവിതത്തിലൊരു ലൈഫിലൊരു സിഗ്നേച്ചർ എന്നുള്ള ഒരു രീതി, അതായത് നമ്മൾ എന്നും അത് സിഗ്നേച്ചറായിട്ടുണ്ടാവും, ഒരു സംവിധാനം സിനിമ ചെയ്യുക എന്നുള്ളത്. ഹായ്, ഞാൻ വിഷ്ണു പേരടി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ മധുരക്കണക്കിൽ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ ഫസ്റ്റ് ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റർ ശാന്തേട്ടനാണ്. ശാന്തേട്ടനാണ് എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്ന ആള്.
ശാന്തേട്ടൻ ഇപ്പം നമ്മളെ കൂടെ ഇല്ല. എന്നാൽ പോലും ശാന്തേട്ടൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഈ ക്യാരക്ടർ. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട കുറേ നാളായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ശ്യാമേട്ടനാണെങ്കിലും എനിക്ക് കുറേ നാളായിട്ട് അറിയാവുന്ന ഒരാളാണ് ശ്യാമേട്ടൻ. നമ്മുടെ ഫാമിലി ആയിട്ട് തന്നെ നല്ല ബന്ധമുള്ള ആളാണ് ശ്യാമേട്ടൻ. അപ്പം ശ്യാമേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, പ്രകാശ് അലക്സാണ്ടറിന്റെ മ്യൂസിക്, പ്രകാശ് ഏട്ടൻ മ്യൂസിക് ചെയ്യുന്നു, അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അച്ഛൻ അഭിനയിക്കുന്നുണ്ട് ഇതിൽ. അങ്ങനെ ഇത്രപോലെ വെറ്ററൻസ് ആയിട്ടുള്ള കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക, അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് പടമാണ്. കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയതെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി ഇതെല്ലാം വിലയിരുത്തേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ്, നിങ്ങളെല്ലാവരുമാണ്. അപ്പം 4-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യുന്നത്, December 4. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മധുരക്കണക്കിൽ ഞാനൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഹരീഷ് ഏട്ടൻ്റെ വൈഫായിട്ടാണ് ചെയ്തത്. 2 പെൺകുട്ടികളുള്ള ഒരമ്മയാണ് ഈ കഥാപാത്രം. പിന്നെ ശ്യാമേട്ടനെ നേരത്തെ അറിയാം, ഹരീഷ് ഏട്ടനെ നേരത്തെ അറിയാം, ഹരീഷിനെ നേരത്തെ അറിയാം. പിന്നെ ഇതിനകത്തുള്ള ഷെന്തിലിനെ മാത്രം ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്നുള്ളൂ. പിന്നെ നമ്മുടെ നിർമ്മല, അത് നേരത്തെ അറിയാം, എൻ്റെ ഒരു ബ്രദറെ പോലെയാണ്. ഇതിലുള്ള എല്ലാവരെയും നേരത്തെ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇന്ദ്രൻസേട്ടനൊപ്പം ആണെങ്കിലും നേരത്തെ ഒരുപാട് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. ജലധാര പമ്പ് സെറ്റൊക്കെ വൈഫായിട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരെയും വീണ്ടും വീണ്ടും കാണാൻ പറ്റുന്നത് വലിയ കാര്യം തന്നെയാണല്ലോ. ഇനിയിപ്പോൾ ഈ 4-ാം തീയതി മൂവി റിലീസാവാണ്. ഈ പടത്തിൻ്റെ മധുരമായ കണക്കുകളുടെ ആൻസർ നിങ്ങളാണ് ഇനി പറയേണ്ടത്. അപ്പോൾ 4-ാം തീയതി സിനിമ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ കണക്കിൻ്റെ ഉത്തരം പറഞ്ഞ് ഞങ്ങളെ വിജയിപ്പിച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഇത്രയും ക്യാമറ ഒരുമിച്ച് കണ്ടപ്പോൾ ടെൻഷനായി പോയി. അപ്പം മധുരക്കണക്ക് ഇതിൽ ഞാൻ ഇതുവരെ ചെയ്ത കോമഡി കഥാപാത്രത്തിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ചെറിയൊരു നെഗറ്റീവ്, വളരെ ചെറിയ നെഗറ്റീവ് കേട്ടോ, ഭയങ്കര ചെറിയ നെഗറ്റീവായിട്ട്. അപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഹരീഷേട്ടൻ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഹരീഷേട്ടൻ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്നെ നാടകം പഠിപ്പിച്ച ഗുരുവാണ്. ഇതിലും ഗുരു, കാരണം ഇതിലേക്ക് കണക്ക് മാഷായ ഹരീഷേട്ടൻ്റെ ക്യാരക്ടർ. എൻ്റെ ക്യാരക്ടർ പുരുഷോത്തമൻ എന്ന ഒരു ക്യാരക്ടറാണ്, പലിശക്കാരനാണ്. അപ്പം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സിനിമ വിജയിപ്പിക്കുക. നമസ്കാരം. ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളതല്ലേ മാക്സിമം ഇവിടെ ഉള്ള എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി പറയാൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഈ സിനിമയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ December 4 എല്ലാവരും ഈ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ നിങ്ങളോട് എല്ലാവരും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഹലോ, ഞാൻ അമന നിജാം. അപ്പോൾ ഈ പടത്തില് ശരിക്കും ഞാൻ വിഷ്ണുവിടെ പെയറായിട്ടാണ് ചെയ്യുന്നത്. ലീഡ് ഒരു ക്യാരക്ടറാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നാടൻ കുട്ടി ആണ്. അതന്നെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള റോൾസിന്നും ഒക്കെ ഒരുപാട് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ്. ആൻഡ് മൂവി ആണെങ്കിലും ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ എനിക്കിഷ്ടപ്പെട്ട ഒരു സ്ക്രിപ്റ്റും ഒരു ക്യാരക്ടറും തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓഡിയൻസിനും ഇത് കാണുമ്പോൾ അതുപോലെ തന്നെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും December 4 റിലീസ് ആവുന്നത്. ഐ ഹോപ്പ് എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി കണ്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ താങ്ക് യു. മധുരക്കണക്കിലെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഹരീഷ് ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് വട്ടപൂജ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലർ നമ്മുടെ കൂടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വില മാറും. അത്തരത്തിൽ ഈ സിനിമയിൽ ഹരീഷ് ഏട്ടൻ്റെ കഥാപാത്രം നിൽക്കുന്ന സമയത്ത് കൂടെ ചേരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണ് എൻ്റെ കഥാപാത്രം.
ദിനേശൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ്. ഇച്ചിരി അഭിനയിച്ച് നമുക്ക് അത്യാവശ്യം അഭിനയിക്കാനൊക്കെ ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങൾ ഡിസംബർ 4 തിയേറ്ററിൽ പോയി കണ്ട് ഈ പടം വിലയിരുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഈ രാവിലെ തൊട്ട് തുടങ്ങിയ ഇൻ്റർവ്യൂ ആണ്. അതിലേറെ ഒരു ചാനൽ വരുന്നു, അവർ ഞങ്ങൾ 4 ടീമായിട്ടിരിക്കുന്ന ഫുള്ള് ചിരിയും കളിയും തമാശയായിട്ടിരുന്ന്. ഇത് ഒരുപാട് ചാനലുകളുണ്ട്, ജനങ്ങളുടെ മൊത്തം ഉറ്റുനോട്ടമായതുകൊണ്ട് എല്ലാവരും മണിമണിയായിട്ട് ഓരോരോ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്ട് കൂടുതലായിട്ടൊന്നും ചിരിയും കളിയും ഒന്നുമില്ല. എന്തായാലും ഈ ചിരിയും കളി ഇല്ലാന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഹരീഷാണെങ്കിലും എൻ്റെ ആണെങ്കിലും കഥാപാത്രങ്ങളിലേക്ക് ഒരുപാട് തമാശകളൊന്നുമില്ല. ഈ പടത്തിൽ ഒരുപാട് എത്ര ഡ്യൂറേഷൻ എന്നുള്ളതിൽ ഒരുപാട് സമയം നിൽക്കുന്നതിലുപരിയായിട്ട് ഈ കഥാപാത്രത്തിന് അതിൻ്റെതായ വലിയൊരു പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ്. ഞാൻ സ്കിറ്റുകളിലും കുഞ്ഞു സിനിമകളിലൊക്കെ ചെയ്യുന്ന തമാശകളിൽ വ്യത്യസ്തമായിട്ട് ഒരു ക്യാരക്ടർ റോള് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെയുള്ള ക്യാരക്ടർ റോൾ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഈ റോൾ എനിക്ക് കിട്ടി. അത് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഏറ്റെടുക്കുക, എല്ലാവരും കാണുക. താങ്ക് യു. എല്ലാവരും നല്ല രീതിയിൽ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നന്നായിട്ട് വന്ന് നല്ല രീതിയിൽ വിജയിപ്പിക്കണം. പ്രത്യേകിച്ച് എല്ലാവരോടും അത് കാണണമെന്ന് പറയുകയാണ്. നന്ദി.